അത്രയും വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ 2 IG-മാരെ ചുമതലപ്പെടുത്തും. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള 2 ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ചുമതലപ്പെടുത്തി 2 റീജിയൻ കൊടുക്ക്, സദേൺ റീജിയനും നോർത്തേൺ റീജിയനും. അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്ക്, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷനുള്ള അവസരം കൊടുക്ക്. എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് കേരളത്തിലേക്ക് ഇത്രയും വലിയ ക്വാണ്ടിറ്റി വരുന്നു എന്ന് നിങ്ങൾ ഒരു 25 കേസിൽ പിടിച്ച് അവരെ അകത്താക്കിയാൽ ഞാൻ പറയും, സ്പിരിറ്റിൽ ഉണ്ടായതുപോലെ കേരളത്തിലേക്ക് ഇനി ഡ്രഗ്സ് അയക്കണ്ട എന്ന് ഈ ഡ്രഗ്സ് ലോബി, ഈ ലഹരി മരുന്ന് മാഫിയ തീരുമാനിക്കും. പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുമായിരുന്നു, ഗവൺമെന്റിനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല അങ്ങയുടെ നേരെ ചൂണ്ടുവിരലുയർത്തിയത്. അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പോലീസ് അങ്ങയുടെ കീഴിലാണ്, എക്സൈസ് ഉണ്ട്. ഇത് എൻഫോഴ്സ്മെന്റ് നടത്തേണ്ട ആളുകളാണ്. അവര് പാട്ടും പാടി ബോധവൽക്കരണത്തിനെതിരായിട്ടല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ജോലി അതല്ല. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ, വിദ്യാഭ്യാസ വകുപ്പിനെയോ സാമൂഹ്യക്ഷേമ വകുപ്പിനെയോ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക.